ഇതെന്നാ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സാധാരണഗതി നമ്മൾ ഈ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് തുടേന്ന് നല്ല ഹലുവ പോലത്തെ പീസായിരിക്കും ചെത്തി വാങ്ങിക്കുന്നത്. എന്നാൽ അതിലും രുചികരമായിട്ടുള്ള ഭാഗങ്ങൾ ഇറച്ചിയിലുണ്ട്. അതെന്നാ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ ഈ പോത്തിനകത്തെ ഏറ്റവും വിലയുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ടെൻഡർ ലോയിൻ എന്ന് വെച്ചാൽ ഞാൻ ഗ്രാഫ് കാണിച്ചു തരാം. ഈ പോത്തിൻ്റെ അകത്തൂടെ പോകുന്നൊരു സാധനമായത്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് വെച്ച് വേണം സ്റ്റേക്കൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സാധനം ഞാൻ രാവിലെ യൂതായി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതുകൊണ്ട് സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരെണ്ണം മതി. ഇത് എങ്ങനെയാണ് വീട്ടിലോട്ട് വെച്ച് നമുക്ക് കറി വെക്കാം. അപ്പോൾ നിങ്ങൾ കട ചെന്നിട്ട് രണ്ടല്ലോയും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ട പോലെ ആയിരിക്കില്ല കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ ആയിരിക്കും സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചേച്ചും നല്ല കോട്ടൺ ചരട് കൊണ്ട് കെട്ടിയതാണ്. കോട്ടൺ വെച്ചേ കെട്ടാവുള്ളേ. പ്ലാസ്റ്റിക് എല്ലാം വെച്ച് കെട്ടിയ ചുരുക്കി പിടിച്ച് തൊണ്ടയിൽ കൂട്ടി ആകെ കുളവാക്കിയിട്ട് നമ്മളോട് പറഞ്ഞേക്കരുത്. അപ്പോൾ എന്നാലോ രണ്ടല്ലോയും വാങ്ങിച്ചേച്ച് ഇങ്ങനെ ചരട് കൊണ്ട് കെട്ടിയെടുക്കുക. അത് കറക്റ്റ് കുക്കിങ്ങിൻ്റെ വേവും ആ സോഫ്റ്റ്നെസ്സും എല്ലാം കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടുന്നത്. അതിനകത്തിനാന്ന് വഴിയെ മനസ്സിലാവും. ഇതിനകത്ത് ഇനി മാരിനേഷൻ എന്ന് പറഞ്ഞ രണ്ട് ഐറ്റമേ ഉള്ളൂ. ഒന്ന് വേണ്ട ഇംഗ്ലീഷ് പ്രീമിയം ഹിമാലയൻ റോക്ക് സോൾട്ടാണ്. അതായത് ഹിമാലയത്തിൽ കിട്ടുന്ന ഒരു തരം പ്രത്യേക ഉപ്പാണ്. അതുകൊണ്ടാണ് ഇത്ര അളവിലിടുന്നത്. നമ്മുടെ നാടൻ ഉപ്പ് വാരി ഇട്ടാൽ മതി. നിങ്ങൾ കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം, ഇതിന് ഉപ്പ് കുറവായതുകൊണ്ടാണ് കൂടുതലിട്ടത്. അതിനുശേഷം ഒരു ഇടുക്കി ഗോൾഡ് അഥവാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് മുഴുവൻ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജ് വെക്കുവാണ് നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുഴുവൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ താടിക്കാരൻ വന്നേച്ച് അടുപ്പും കാര്യങ്ങളും എല്ലാം കത്തിച്ച് റെഡിയാക്കി. സാധാരണ പാനല്ലേ വെക്കുന്നത്, അതിന് പകരം കറി പോട്ടാണ് വെക്കുന്നത് കേട്ടോ. അതിനകത്തേക്കൊരു പകുതി പീസ് ഒരു ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ബട്ടർ നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഗാർലിക്, അത് ചൈനീസ് ഗാർലിക്കാണ് ഇട്ടേക്കുന്നത്, ചെറുതാണെങ്കിലും മതി. എന്നുവെച്ചാൽ അതിനകത്തേക്ക് കെട്ടിയെടുത്ത നമ്മുടെ ടെൻഡർ ലോയിൻ അഥവാ ബീഫ് ഇതിനകത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക്, തിളച്ചല്ല ബട്ടറൊന്ന് ഉരുകി തുടങ്ങുമ്പോഴത്തേക്ക് ഇച്ചിരി തൈം ഇട്ട് കൊടുക്കണം. തൈം എന്നാണെന്നറിയാമല്ല, ഗൂഗിൾ നോക്കിയാൽ മതിയാകും കേട്ടോ. അതുപോലെ അത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി റോസ്മേരിയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഏലയ്ക്ക അതും കൂടെ അങ്ങോട്ടൊന്ന് വേതറണം. അതിനുശേഷം ഇവൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ഒന്ന് കുക്കായി വരുന്ന വെറും 3 മിനിറ്റ് മാത്രം ഉരുട്ടിയെടുക്കുക. 3 മിനിറ്റ് കൂടി പോകരുത്. അതിനുശേഷം എടുത്ത് കരയ്ക്കോട്ട് വെക്കുക. ഇവനെ കരയ്ക്കോട്ട് വെച്ചതിന് ശേഷം ഇവനെ മുഴുവൻ നൂല് ചുറ്റിയേക്കുമല്ലയോ, ആ നൂല് മുഴുവൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനൊരു നല്ല മണം വന്നിട്ടുണ്ടാകും കേട്ടോ. ആ മണമെല്ലാം കൂടെ ആസ്വദിച്ച് വെച്ച് ഈ നൂല് കട്ട് ചെയ്യാതെ ഇത് മുഴുവത്തോടെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേക്കരുത്. അങ്ങനെ ഈ നൂല് മുഴുവൻ നമ്മളങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. നല്ലൊരു പുഴുക്കുട്ടം പോലെ ആ നൂല് മാറി കഴിയുമ്പോഴത്തേക്ക് ഇവനെ അങ്ങോട്ട് കട്ട് ചെയ്യണം. ആ ഒരു മൊമെൻ്റ് എൻ്റെ സാറേ, ഇതിനകം പിങ്ക് കളറും സൈഡ് റോസും ഏറ്റവും പുറം ക്രഞ്ചി. അതാണ് ആ സ്റ്റേക്കിൻ്റെ ഒരു എക്സാക്റ്റ് ഏതാണ്ടൊക്കെ അതാണ് അതിൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത്. ഇപ്പം ഇതുകൊണ്ട് ഇതിൻ്റെ അകഭാഗം കണ്ട് ഏറ്റവും ഉള്ളു പിങ്ക് റോസ് ക്രസ്റ്റ്. അടിപൊളി. ഇങ്ങനെ വേണം കഴിക്കാൻ. ഈ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥ സ്റ്റേക്ക് കഴിക്കേണ്ടത്. ഈ ഒരു 3 കളറിലുള്ള പിങ്ക് റോസ് ക്രസ്റ്റ് ആ രീതി വരുന്ന സാധനത്തിന് റോ എന്നാണ് പറയുന്നത്. അതാണ് സാധാരണ കഴിക്കേണ്ടത്. വെള്ളക്കാരൊക്കെ അതാണ് കഴിക്കുന്നത്. അതിന് ശേഷം നമ്മളിവിടെ എന്നായെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ച് വെച്ചാൽ വറക്കാൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് ഒഴിച്ചേച്ചും ആ സ്റ്റേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി ഇങ്ങനെ ഒരു സൈഡ് 1 മിനിറ്റ് വീതം, 2 സൈഡും 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇത് മീഡിയം റയറായി മാറും. അതാണ് പൊതുവെ ആളുകളെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തത്. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ റയറായിട്ട് തന്നെ കഴിക്കുക. ആ പിങ്ക് കളറിൽ കഴിക്കുന്നതാണ് അടിപൊളിയായിട്ടുള്ള സാധനം. ഇനി അതിൻ്റെ സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കുന്ന നിസ്സാര പരിപാടി കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് അതിനകത്തേക്ക് ഒരു ഇച്ചിരി ചീസ് 1-2 പീസ് ഇടുക. തേങ്ങാ പാൽപ്പൊടി ഒരു കവറിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. മൊത്തം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഇത് ഏത് പാത്രത്തിലാണെന്ന് ചോദിച്ചാൽ ഇത് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച പാത്രത്തിൽ. അപ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രുചി ഉണ്ടാകും. തൊട്ട് നാക്കി നോക്കാം ആഹാ എന്ന് തോന്നുന്നൊരവസ്ഥയാണ്. അതിനകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടേച്ച് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഒന്ന് തൊട്ട് നാക്കി നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നും. ഇനി ഇതാണ് നമ്മളിതിൻ്റെ സോസായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ആ മീഡിയം റയറായി മാറിയിട്ടുള്ള ആ നമ്മുടെ സ്റ്റേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആ പാനിനകത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചേച്ച് നല്ല നമ്മുടെ കത്തി കൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യണം. അപ്പം നല്ല അലുവ കഷ്ണം മുറിയുന്ന പോലെ ഈ സാധനങ്ങൾ ഇങ്ങോട്ട് മുറിഞ്ഞ് കിട്ടും. അതെടുത്തൊരു പ്ലേറ്റ് വെച്ച് പ്ലേറ്റിൽ എങ്ങനെയാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാലും വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ആ സോസ് അങ്ങോട്ട് കോരി ഒഴിക്കണം. അപ്പോൾ ഒരു മണം അങ്ങ് വരും. എൻ്റെ സാറേ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. എന്നതാണേലും അതിനകത്ത് നിന്ന് ആ സോസൊക്കെ മുക്കി ഒരു പീസ് ഇങ്ങോട്ട് എടുത്ത് വെച്ചു ഒറ്റ കഴുപ്പങ്ങ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ചിക്കനേക്കാൾ സോഫ്റ്റായിട്ട് വായിൽ അലിയുന്നത് പോലെ കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടെൻഡർ ലോയിൻ്റെ സാധനം. നിങ്ങൾ
പോത്തിൻ്റെ വേറെ ഏത് പീസ് വെച്ച് ഉണ്ടാക്കിയാലും ഇതുപോലെ സോഫ്റ്റ് ആകത്തില്ല. വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ടെൻഡർലോയിൻ തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇത്രയും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കുമ്പായ കൊമ്പ് ചോറിന് അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് അടിക്കണം. എന്നാത്തിനാ നല്ല ഡൈജഷന് വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഈ കുമ്പായ കൊമ്പ് എന്നാന്ന് വേണം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്നാന്ന് വെച്ചാൽ ഇത് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്തെടുത്ത ഒരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. 0% ആൽക്കഹോൾ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കുടിക്കാം. അത് മാത്രമല്ല കുടിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. ഡൈജഷൻ ഉൾപ്പെടെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതിയെന്നേ. ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഒക്കെ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന കുമ്പായ കൊമ്പച്ച് ഇപ്പം നമ്മുടെ കോട്ടയത്ത് ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ ടോണിക്കോ മാർട്ടിലൊക്കെ കിട്ടുമെന്നേ. ഏതൊക്കെ ബ്രാൻഡിൽ കൊമ്പച്ച് ഇറങ്ങിയാൽ ഈ കുമ്പായ കൊമ്പച്ചോളം ടേസ്റ്റ് ഇന്ന് വരെ വേറെ ഒന്നിനും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷോപ്പിൽ വെച്ചിട്ട് ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ കാണുന്ന നമ്പറുകളിലൊന്ന് കോൺടാക്ട് ചെയ്താൽ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാകുന്നതായിരിക്കും കേട്ടോ. അപ്പം ധൈര്യമായിട്ട് സ്റ്റേക്കും ഉണ്ടാക്കിയോ കുമ്പായം അടിച്ചോ, സംഗതി രണ്ടും ഒന്നിനൊന്നിനും മെച്ചം തന്നെ. എന്നാൽ പിന്നെ എല്ലാ തവണയും പറയുന്ന പോലെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി ഒഴുകുന്ന കോട്ടയംകാരനായ മാർക്ക് ആന്റണി തുറന്നൊരു കിടക്കാച്ചി എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.